ഡൽഹി മുഖ്യമന്ത്രിയെ ഇനിയും തീരുമാനിക്കാൻ കഴിയാതെ ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗം മാറ്റി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ഒരാഴ്ചയിലേറെ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. പാർട്ടി നിയമസഭാ കക്ഷിയോഗം തിങ്കളാഴ്ച ചേരാനായിരുന്നു ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ സമവായമില്ലാത്തതിനാൽ യോഗം ബുധനാഴ്ചത്തേക്ക് മാറ്റിയതായി കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ബുധനാഴ്ച ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗം ചേർന്ന് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുകയും വ്യാഴാഴ്ച പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ബി.ജെ.പി. നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ബി.ജെ.പിയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് നിയമസഭാ കക്ഷിയോഗം നീളാൻ കാരണമെന്നാണ് സൂചന. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച് തിളക്കമാർന്ന വിജയം നേടിയ പർവേഷ് വർമ്മയാണ് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനി. മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര ഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. വനിതാ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ രേഖ ഗുപ്ത, ശിഖ റോയ് എന്നിവരിൽ ഒരാൾക്ക് നറുക്കു വീണേക്കും. എ.പി. നേതാവും മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയാണ് ശിഖ റോയ് നിയമസഭയിലെത്തിയത്. ജാതി സമവാക്യങ്ങളും ബി.ജെ.പി. പരിഗണിക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു എം.എൽ.എ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഫെബ്രുവരി 8-നാണ് പുറത്തുവന്നത്. 70-അംഗ നിയമസഭയിൽ ബി.ജെ.പി. 48 സീറ്റ് നേടി. 27 വർഷത്തിനു ശേഷമാണ് രാജ്യതലസ്ഥാനം ഭരണം ബി.ജെ.പി. പിടിച്ചെടുക്കുന്നത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും പരാജയപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന അതിഷി വിജയിച്ചു.